ഇസ്രായേലിന്റെ അതിർത്തികളിൽ സംഘർഷം നടക്കുമ്പോഴും ഇസ്രായേൽ അവരുടെ ദൗത്യവുമായി മുന്നോട്ട് പോവുകയാണ്. ലോകമെമ്പാടും ചിതറിപ്പോയ ജൂതന്മാരുടെ പിന്തലമുറയെ ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർക്കുന്ന ഇസ്രായേലിന്റെ വിങ് ഓഫ് ഡോൺ ദൗത്യം ഈ സാഹചര്യത്തിലും തുടരുകയാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മനശ്ശെ ഗോത്രത്തിൽ ഉൾപ്പെട്ട 5000-ഓളം ഇസ്രായേലിയർ ആണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് കണക്ക്. ഇവരെ ടെൽ അവീവിലേക്ക് എത്തിക്കുന്ന ദൗത്യമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 1200 ആളുകളെ കുടിയേറുവാനാണ് പദ്ധതി പ്രകാരം അനുവദിക്കുന്നത്. ആദ്യ ബാച്ചിലെ 250 പേരെ വ്യാഴാഴ്ച ഡൽഹി വഴി ടെൽ അവീവിൽ എത്തിച്ചു. ഇനിയുള്ള ഓരോ വർഷവും 1200 പേരെ വീതം കുടിയേറുവാൻ അനുവദിക്കും. അതിനുള്ള ധനസഹായം ബെന്യാമിൻ നെതന്യാഹു സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രായേലിലെ 12 ഗോത്രങ്ങളിൽ 10 ഗോത്രങ്ങളാണ് ലോകമെമ്പാടും ചിഹ്നിച്ചിത്രപ്പെട്ടു പോയത്. ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ യഹൂദ ഗോത്രത്തിൽ ഉൾപ്പെട്ടവരാണ് കൂടിച്ചേർന്നത്. ആദ്യഘട്ടത്തിൽ യഹൂദ ഗോത്രവും ബെന്യാമിൻ ഗോത്രവും രാജ്യത്ത് എത്തിച്ചേർന്നു. കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഈ ഗോത്രക്കാരെ ആ സമയത്ത് ഇസ്രായേലിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ബാക്കിയുള്ള 10 ഗോത്രങ്ങൾ അഡ്രസ് ഇല്ലാത്ത രീതിയിൽ ചിത്രപ്പെട്ടിരുന്നു. അതിലൊന്നാണ് ഈ മനശ്ശെ ഗോത്രം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്രായേൽ യാക്കോബ് എന്ന ഒരു വ്യക്തിയുടെ പേരാണ്. ഇദ്ദേഹത്തിന്റെ 12 ആൺമക്കളിൽ നിന്നാണ് 12 ഗോത്രങ്ങൾ രൂപപ്പെട്ടത്. അതിൽ തന്നെ ജോസഫ് എന്ന മകന്റെ 2 മക്കളായ എഫ്രൈമിന്റെയും മനശ്ശെയുടെയും പേരിൽ ഓരോ ഗോത്രങ്ങൾ രൂപപ്പെട്ടു. ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത് മനശ്ശെ ഗോത്രത്തിന്റെ പിൻഗാമികളായ ബനായ മനശ്ശെ വിഭാഗക്കാരാണ്. BC 722 ഇസ്രായേൽ അസ്രിയയോട് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ബനായ മനശ്ശെ വിഭാഗം നാട് കടത്തപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. പേർഷ്യ, അഫ്ഗാനിസ്ഥാൻ, ടിബറ്റ്, ചൈന എന്നീ സ്ഥലങ്ങളിലൂടെ നൂറ്റാണ്ടുകൾ നീണ്ട പാലായനത്തിന് ശേഷം ഏകദേശം 10,000-ഓളം പേരാണ് മണിപ്പൂരിലും മിസോറാമിലും സ്ഥിരതാമസമാക്കിയത്. മണിപ്പൂരിൽ ബനായ മനശ്ശെ സമൂഹം കുക്കി വിഭാഗക്കാരായാണ് കണക്കാക്കപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിൽ ഭൂരിഭാഗം കുക്കി വിഭാഗക്കാരും ക്രിസ്ത്യാനികളായെങ്കിലും ബനായ മനശ്ശെ വിഭാഗക്കാർ ജൂത വിശ്വാസമാണ് പിന്തുടരുന്നത്. 2005-ന് മുൻപും ഇന്ത്യയിൽ നിന്ന് ബനായ മനശ്ശെ വിഭാഗക്കാരെ ഇസ്രായേലിൽ എത്തിച്ചിരുന്നു. അവരെ ഹെബ്രോൻ കൂടാതെ ഗാസയിലെ ഇസ്രായേലി സെറ്റിൽമെന്റ് എന്നിവിടങ്ങളിലാണ് പാർപ്പിച്ചത്. ഇപ്പോൾ ഈ വ്യാഴാഴ്ച എത്തിച്ച 250 പേരെ വടക്കൻ ഇസ്രായേലിലാണ് പാർപ്പിക്കുക. ലെബനനിൽ നിന്നും ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം നടക്കുന്ന സ്ഥലമാണിത്. മേഖലയിൽ ഇപ്പോൾ വെടിനിർത്തൽ നിലവിലുണ്ട്. ബൈബിളിൽ എഹെസ്കേൽ പ്രവചന പുസ്തകത്തിൽ 37-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്നു ചേർന്നിരിക്കുന്ന ജാതികളിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. അതേപോലെ യെശയ്യാ പ്രവചന പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദന്മാരുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. ഈ പ്രവചന വാക്യങ്ങൾ അനുസരിച്ച് ഇസ്രായേലിന്റെ ഈ ഓപ്പറേഷൻ വിങ് ഓഫ് ഡോൺ തിരുവചന നിവൃത്തിയാണെന്ന് ക്രൈസ്തവ സമൂഹത്തിലെ ദൈവവിശ്വാസികൾ കണക്കാക്കുന്നു. ലോകാവസാനവും ദൈവിക ഭരണവും വരെയുള്ള പ്രവചനങ്ങൾ ബൈബിളിലെ ദാനിയേൽ പ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ബൈബിളിലെ മറ്റ് പ്രവചന പുസ്തകങ്ങളിലും എഴുതിയിട്ടുണ്ട്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നു മാത്രമാണ് ഇസ്രായേൽ ജനതയുടെ കൂടിച്ചേരൽ.